ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേക ഒരു കാര്യം പറയാനായിട്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ 2022 ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഡെയിലി ഒരു 4-5 ഷോർട്സും വീഡിയോസൊക്കെ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കുറച്ച് നാൾ കൊണ്ട് തന്നെ ഒരു 400 ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നാൾ ഒരു വർഷത്തിന് മേലെ ഞാൻ ഇടാതിരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ എൻ്റെ ചാനൽ എടുത്ത് വെച്ച് നോക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ അടുത്തിടെ ഞാൻ അടുപ്പിച്ചിടാൻ തുടങ്ങിയപ്പോഴാണ് യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വന്നു. മെസ്സേജായിട്ടല്ല, മെയിലായിട്ട് വന്നു, എൻ്റെ കുറച്ച് കോപ്പിറൈറ്റ് ഉണ്ടെന്ന്. അപ്പം ഞാനത് ഷോർട്സിൽ ഒന്നും കാണുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, നോക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് 1-2 പഴയത് ഇനി അത് ചെയ്യേണ്ടെന്ന് കരുതി, ഒരു വർഷത്തിന് മേലെ ആയല്ലോ എന്ന് കരുതി ഞാനത് കുറച്ചൊക്കെ കളഞ്ഞു. ഒരു 5-6 കളഞ്ഞപ്പോഴാണ് പിന്നെയും ഇഷ്യൂസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് പഴയതിലും മിക്കതിലും അതിന് കോപ്പിറൈറ്റ് ഉണ്ട്. ഒരു 10-20 ഉണ്ട്. അപ്പോൾ ഞാൻ 1-2 കളഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ മെയിലിൽ കിടപ്പുണ്ട്, അവരെല്ലാം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സാരമില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സംശയം എന്നാന്ന് വെച്ചാൽ 535 സബ്സ്ക്രൈബറേ ഉള്ളൂ. ഇതിനകത്ത് ഫ്രീസായിട്ടാണോ അതോ ഒറിജിനലായിട്ടുള്ളതാണോ എന്നൊന്നും എനിക്കിതിപ്പം മനസ്സിലാവുന്നില്ല. പിന്നെ കളഞ്ഞ ആ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നോന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. എന്താണേലും ഞാൻ വീണ്ടും ഇടുന്നുണ്ട്, നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എന്താണേലും ഞാൻ ഇടുന്നുണ്ട് ഇപ്പോഴും. അവർ പറഞ്ഞതെല്ലാം ഞാൻ കളഞ്ഞിട്ടുമുണ്ട്, അവരായിട്ടും കുറേ അങ്ങ് കളഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിന് പറഞ്ഞിരിക്കുന്ന മറ്റേ കോപ്പിറൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലുണ്ടാക്കുന്നത്, എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്നത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുട്ടികളുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ചുണ്ടാക്കുന്നതും അതുമല്ല, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മാത്രമേ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുള്ളൂ. അപ്പോൾ പിന്നെ കണ്ടൻറ്റ് ഒരിക്കലും കോപ്പിറൈറ്റ് ഇതിൽ വരത്തില്ല. കാര്യം ഞാൻ ആരുടെയും ഒന്നും എടുത്ത് വോയിസ് എടുക്കുന്നുണ്ടെന്നല്ലാതെ പാചകവും കാര്യങ്ങളും കാണിക്കുന്നതെല്ലാം എൻ്റെ കിച്ചണും എൻ്റെ ടേബിളും എൻ്റെ കൈയും എല്ലാം ആണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അറിയുന്നവരിതൊന്ന് കമൻറ്റ് ചെയ്യണേ.